സ്വർണ്ണ കവർച്ച കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി ദേവസ്വം ബോർഡ് മുൻ അംഗം കെ.പി. ശങ്കരദാസ്. കൊല്ലം ജില്ലാ കോടതിയിലാണ് അപേക്ഷ നൽകിയത്. നടപടിക്രമങ്ങൾ പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നുവെന്നും പിന്നീട് അത് ലംഘിക്കപ്പെട്ടെന്നും അപേക്ഷയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളും അപേക്ഷയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വിവരങ്ങൾ ദിസ്ന സുരേഷ് നൽകുന്നു. ദിസ്ന, ഈ സ്വർണ്ണ കവർച്ചയിലെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ ഏറ്റവും വലിയ ഒരു ആശങ്കയായി നേരത്തെയൊക്കെ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, സ്വാഭാവിക ജാമ്യത്തിലേക്ക് ഇപ്പോൾ കസ്റ്റഡിയിലുള്ള പ്രതികളൊക്കെ കടക്കാവുന്ന ഒരു സാഹചര്യം വരുന്നു. കുറ്റപത്രം ഇതുവരെ സമർപ്പിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ശങ്കരദാസിന്റെ ജാമ്യ ഹർജി കോടതിക്ക് മുമ്പാകെ എത്തുമ്പോൾ അതിനെ എങ്ങനെ വിലയിരുത്താം? ദിസ്ന, എല്ലാം കൂട്ടത്തോടു കൂടിയാണ് ഞാൻ ചെയ്തത് എന്നാണ് അന്ന് സംഘടിത സ്വർണ്ണക്കൊള്ള നടത്തിയ വളരെ പ്രധാനപ്പെട്ട കാലയളവിൽ പ്രസിഡന്റായിരുന്ന എ പത്മകുമാർ പറഞ്ഞത്. ഞാൻ ഒറ്റയ്ക്കല്ല, ഇതൊരു കൂട്ടായ സംഘടിതമായ കാട്ടുകൊള്ളയാണ് എന്ന് പത്മകുമാർ പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട മൊഴി കേരളത്തിൻ്റെ പൊതുസമൂഹം വളരെ 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 ഞെട്ടലോടുകൂടി കേട്ടൊരു മൊഴിയാണ്. അപ്പോൾ ആ ഒരു കൂട്ടിലുണ്ടായിരുന്ന, ആ കൂട്ടുകെട്ടിലുണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് ശങ്കരദാസ്, മുൻ ദേവസ്വം ബോർഡ് അംഗം. ഇപ്പോൾ ജാമ്യ ഹർജിയുമായി കോടതിക്ക് മുമ്പാകെ എത്തിയിരിക്കുകയാണ്. ദിസ്ന, എങ്ങനെ വിലയിരുത്താം? തീർച്ചയായും ശ്യാംബാബു സൂചിപ്പിച്ചതുപോലെ ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഉടനടി നിർണായകമായ വ്യക്തമായ, അതായത് നിരീക്ഷണം വരാനിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു മുൻകൂർ ജാമ്യവുമായി ശങ്കരദാസ് രംഗത്തെത്തിയിരിക്കുന്നത്. പ്രധാനമായും ഏറ്റവും എടുത്തു പറയേണ്ടത് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. തനിക്ക് 84 വയസ്സുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നാണ് ഈ ജാമ്യ ഹർജിയിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ആദ്യഘട്ടത്തിൽ നൽകിയ മൊഴിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാര്യം ഇവർ അംഗീകരിക്കുന്നുണ്ട്. അതായത് ഈ സ്വർണ്ണ കവർച്ചയ്ക്ക് കൂട്ടുനിന്നു എന്നത്, അതായത് നടപടിക്രമങ്ങൾ പാലിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് പോറ്റിക്ക് സ്വർണ്ണപ്പാളി നൽകുമ്പോൾ അത്തരത്തിൽ കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അത്തരത്തിൽ ഒപ്പിട്ടിട്ടുണ്ട് എന്നൊരു കാര്യം കൂടി അംഗീകരിക്കുന്ന തലത്തിലേക്കാണ് ഈ ജാമ്യ ഹർജിയിൽ നൽകിയിരിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്യാംബാബു, ആദ്യഘട്ടത്തിൽ ഇത്തരത്തിലല്ല ഇവരൊന്നും തന്നെ മൊഴി നൽകിയത്. പത്മകുമാറാകട്ടെ വിജയകുമാറാകട്ടെ മൊഴി നൽകിയത് ഇതിൽ യാതൊരു പങ്കില്ല എന്നതായിരുന്നു. എന്നാൽ ഇപ്പോൾ നടപടിക്രമങ്ങൾ അവിടെ ലംഘിക്കപ്പെട്ടു, അത്തരത്തിൽ പാലിക്കപ്പെട്ടിട്ടില്ല എന്നൊരു കാര്യം കൂടി ഈ ജാമ്യ ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും കൊല്ലം ജില്ലാ കോടതിയിലാണ് അപേക്ഷ നൽകിയത്. ആദ്യം വിജിലൻസ് കോടതിയിൽ നൽകിയിരുന്നു. പക്ഷേ വിജിലൻസ് കോടതി അത് പരിഗണിക്കില്ല എന്ന് കണ്ടതോടുകൂടിയാണ് ഇപ്പോൾ കൊല്ലം ജില്ലാ കോടതിയിൽ ഇത്തരത്തിലൊരു അപേക്ഷ നൽകിയതെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യരുത് എന്നൊരു കാര്യം തന്നെയാണ് പ്രധാനമായും ഏറ്റവും എടുത്തു പറഞ്ഞിട്ടുള്ളത്. ശ്യാംബാബു.